السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه أجمعين. ما بعد. വേദിയിലുള്ള പണ്ഡിതന്മാർ, വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, ഈ പ്രൗഢമായ വേദിയിൽ വളരെ പ്രസക്തമായ ഒട്ടനവധി പ്രഭാഷണങ്ങളും പ്രസന്റേഷനുകളും അതോടുകൂടെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളുടെ ഈ ഒത്തുകൂടലിലൂടെ പല വിഷയങ്ങളും നടക്കുകയുണ്ടായി. ഇനി കൂടുതലൊന്നും വിശദീകരിക്കാതെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉച്ചയൂണ് കഴിഞ്ഞാൽ ഒരൽപ്പം മയങ്ങുക എന്നുള്ളത് കുറേ ആളുകളുടെ ഒരു ഹാബിറ്റാണ്. അത് ഗുഡ് ഹാബിറ്റാണോ ബാഡ് ഹാബിറ്റാണോ മറ്റൊരു വിഷയം. ഏതായിരുന്നാലും കുടുംബസംഗമം, ഫാമിലി, വ്യവസ്ഥാപിതമായി ഈ ലോകത്ത് കൃത്യമായ ക്രമീകരണ സ്വഭാവത്തോടുകൂടെ ജീവിക്കുന്ന വിഭാഗമാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിന് പ്രപഞ്ചത്തിലെ ഒരുപാട് തിയോളജിക്കൽ തിയറികളും ഒരുപാട് മിത്തുകളും ഒരുപാട് സംഘടനകളും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം ഉണ്ട്. എന്നാലും വിശുദ്ധ ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്ന വാല്യൂ വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനാവുക എന്നത് തന്നെ വലിയ ആദരവാണ്. ഒരു മനുഷ്യനാവുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ നോക്ക്, ഒരു ബ്രോയിലർ കോഴി 2 kg നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 250-200 രൂപയ്ക്ക് നമുക്ക് കിട്ടും. വില എത്രയാ അറിയില്ല. അങ്ങനെയാണ്. മനുഷ്യർക്ക് ജീവിക്കുമ്പോഴാണ് പേരുള്ളത്, കോഴികൾക്ക് മരിച്ചതിന് ശേഷമാണ്. ബ്രോസ്റ്റ്, അൽഫാം, ഷവായ, തണ്ടൂരി, പിരിപിരി, പല പേരിലും കോഴികൾ അറിയപ്പെടുന്നുണ്ട്. അതിനൊക്കെ അവർ മരിക്കണം, അതിൻ്റെ ശേഷമാണ് പേരുള്ളത്. പക്ഷെ ആ കോഴിയുടെ വില 250 രൂപയാണ്. നമ്മളൊരു ഉരുവിനെ വാങ്ങിച്ചാൽ ഒരു 2 കിൻഡലുള്ള ഒരു ഉരുവാണെങ്കിൽ 60,000-70,000 ആ റേറ്റിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഒരു ആനയെയാണ് വാങ്ങിക്കുന്നത് എങ്കിൽ ആ ആനയ്ക്ക് അത്യാവശ്യം ക്യാഷ് ഉണ്ട്, 30 ലക്ഷം 20 ലക്ഷം. അത് ആനയുടെ പേരിനനുസരിച്ചാണ്. എന്നാൽ നമ്മുടെ ഈ ബോഡി വാല്യൂവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ശരീരത്തിൻ്റെ ബോഡി വാല്യൂ എന്ന് പറയുന്നത് ഭൗതിക തലത്തിലെ സാധാരണ ആക്ട് പ്രകാരം ഇൻഷൂർ ചെയ്യപ്പെടുന്ന വേൾഡ് തലത്തിലുള്ള ആ നിഗമന പ്രകാരം 250 കോടി സിയറ. 250 കോടിയുടെ മുതലാണ് നിൽക്കുന്നത്.
ശരിയ ആക്ട് പ്രകാരം ശരീഅത്തിന്റെ ജിനായ, ഇപ്പൊ യമനിലെ നിമിഷയുടെ വിഷയമൊക്കെ ഉണ്ടാവുമ്പോൾ ജിനായ കോടതി എന്ന് നമ്മുടെ വിഷ്വൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണാം. ജിനായ ആക്ട് പ്രകാരം 450 കോടിയാണ് ഒരു ശരീരത്തിന്റെ വാല്യൂ. ഒരു പല്ലൊരാൾ അപായപ്പെടുത്തിയാൽ അതിന് നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടത് 5 ഒട്ടകമാണ്. നോർമലി ഒരാളുടെ വായിൽ 32 പല്ലുണ്ടാവും. ആരും ചിരിക്കാൻ ശ്രമിക്കരുത്, കാരണം ഒരുപാട് ആളുകളുടെ വായിൽ 32 പോയിട്ടുണ്ടാവും, മൈനസ് ആയിട്ടുണ്ടാവും. ആ ഒരു പല്ലിന് 5 ഒട്ടക. നോട്ട് നിരോധത്തിന്റെ സമയത്ത് ഡോക്ടർ അടുക്കലേക്ക് പല്ല് പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു പല്ല് പറിച്ചു, 250 അതിന് 500 നോട്ട് കൊടുത്തു. ആ 500 നോട്ട് കൊടുത്തപ്പോൾ ബാക്കി തിരിച്ചു തരാനില്ല, ഈ സൈഡിൽ നിന്ന് ഒരു പല്ലെടുത്ത് കൊടുത്തു. ഇത്രേ നമുക്കുള്ളൂ. എന്നാൽ ഒരു പല്ലിന്റെ വാല്യൂ അത്രയുണ്ട്. കണ്ണ് 80 ഒട്ടകമാണ്, ചെവി 80 ഒട്ടകമാണ്. നമ്മുടെ ശരീരത്തിലെ 2 വിധത്തിലുള്ള അവയവങ്ങൾ, ഒന്ന് മെയിൽ സെൻട്രിക്, പുരുഷ കേന്ദ്രീകൃത പുരുഷ അവയവങ്ങൾ, അഥവാ അതിന്റെ പ്രൊഡക്ടിവിറ്റി പുരുഷന്റെ ബീജത്തിൽ നിന്നാണ്. മറ്റൊന്ന് ഫീമെയിൽസ്, സ്ത്രൈണ കേന്ദ്രീകൃത അവയവങ്ങൾ, നമ്മുടെ തലച്ചോർ, നമ്മുടെ ഹൃദയം, നമ്മുടെ കിഡ്നി, അങ്ങനെയുള്ള ഇന്നർ ഓർഗാൻസ്. ആ ഓർഗാനുകൾ ഉമ്മയുടെ അണ്ടത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇരിക്കുന്നത് മാതാപിതാക്കളാണ്. ഉമ്മയും ബാപ്പയും രണ്ടും കൂടെ ചേർന്നതാണ് ഈ ബോഡി എന്ന് പറയുന്നത്. ആ ബോഡിയിലേക്കാണ് അള്ളാഹു ഹ്യൂമാനിറ്റിയെ, ആത്മാവിനെ, അതുപോലെ മനുഷ്യത്വത്തെ, സ്പിരിച്വാലിറ്റിയെ എല്ലാം സന്നിവേശിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്ര വിലയുള്ള സംഭവമാണ്. ആളുകൾ ചിന്തിക്കണം. ഒരു പെണ്ണ്, ഒരു വ്യക്തി അയാളുടെ മകളെ സവ്വജതുക വഅൻകഹതുക എന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ, നിക്കാഹ് ചെയ്തു തരുമ്പോൾ നമുക്കൊരു 450 കോടിയുടെ മുതലാ തരുന്നത്. ഇനി പെരപ്പണിക്ക് ക്യാഷ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മോശനെതിരെ തിരിയാൻ പാടുണ്ടോ? കാരണം അങ്ങനെയാണ്. ഇനി ഭർത്താവ് ഒരു കല്യാണം കൂടി അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് ഭയങ്കര സമ്പന്നനാണ്, ഒരു 450 കോടി കൂടെ അവരുടെ അസറ്റിൽ ആഡ് ആയിട്ടുണ്ട് എന്ന നിലക്ക് പെണ്ണുങ്ങൾ സമാധാനിക്കുക, പ്രശ്നം തീർന്നു. എന്തോ ആവട്ടെ, ഈ കുടുംബ സംഗമത്തിന് വേണ്ടി വന്നിട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയല്ല, വെറുതെ ഒരു വിഷയം പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി. ജീവികൾ 3 രൂപത്തിലാണ്. ഒന്ന് വിസ്ഡം ബേസ്ഡ് ഓൺലി, വെറും അവർക്ക് വിവേകം മാത്രമേ ഉള്ളൂ, അവരാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. മറ്റൊന്ന് ഇമോഷൻ, വൈകാരിക ആശയങ്ങൾ മാത്രമേയുള്ളൂ, അതാണ് മനുഷ്യേതര ജീവികൾ. എന്നാൽ വിവേകവും അതുപോലെ വികാരവും ഉള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ആ വിവേകം വികാരത്തെ കീഴടക്കുകയും വികാരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ ശരിയായ ഒരു വ്യക്തിയായി മാറുന്നത്. വികാരം മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് ഒരാൾ മൃഗതുല്യരായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിവേകമുള്ളവനായിരിക്കണം. മൃഗങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, മനുഷ്യർ ഭക്ഷിക്കുന്നുണ്ട്. മൃഗങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, മനുഷ്യർ വെള്ളം കുടിക്കുന്നുണ്ട്. മൃഗങ്ങൾ ആസക്തരായി അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്, മനുഷ്യരും അത് ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾ ഉറങ്ങുന്നുണ്ട്, മനുഷ്യരും ഉറങ്ങുന്നുണ്ട്. എന്താ വ്യത്യാസം? ആ വ്യത്യാസമാണ് മൂല്യം എന്ന് പറയുന്നത്. ആ വ്യത്യാസമാണ് ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ടത്. ഇന്നലി കുല്ലി ശൈഇൻ ഖീമത്തൻ വഖീമത്തുൽ മർഇ ലിമാ യഅലം. ഓരോ വസ്തുവിന്റെയും ക്ലാരിഫിക്കേഷന്, പ്യൂരിറ്റി നോക്കാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ മൂല്യം നോക്കുന്ന കാര്യമാണ് എഡ്യൂക്കേഷൻ, വിവരം, അറിവ് എന്ന് പറയുന്ന സംഭവം. അറിവില്ലാത്തവർക്ക് ഒരു വിലയും നിലയും ഇല്ല. അതുകൊണ്ട് പരമാവധി അറിവാർജിക്കുക, പരമാവധി അറിവ് സമ്പാദിക്കുക. നോളജ് ഈസ് എ ഡ്രോപ്പ്. അറിയുന്നത് ഒരു തുള്ളിയാണെന്നും
അറിയാത്തത് ഒരു സമുദ്രമുണ്ട് എന്നും മനസ്സിലാക്കുക. എങ്കിൽ അറിയാനും പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനും ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അറിവിന്റെ ലോകം ഒരു വലിയ ലോകമാണ്. അതുകൊണ്ടാണ് പോയ കാലങ്ങളിലെ, കഴിഞ്ഞുപോയ കാലങ്ങളിലെ, ഇന്നലകളിലെ പിന്തുടരേണ്ട മാതൃകാ പുരുഷന്മാർ, മാതൃകാ വ്യക്തിത്വങ്ങൾ, അവര് അറിവാർജിക്കാനും അറിവ് പഠിക്കാനും സമയം കണ്ടെത്തിയത്. പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെട്ട് 3 വർഷം പൊട്ടക്കിണറ്റിൽ തടവിലായിട്ടും ഇബ്നുൽ അസീർ എന്ന പണ്ഡിതൻ ആ സമയത്തും ഗ്രന്ഥരചനയ്ക്ക് സാഹചര്യം അനുകൂലമാക്കിയെടുത്തുവെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെയെല്ലാം അനുകൂലമായി കണ്ട്, അത് നമ്മുടെ മുമ്പിലുള്ള സാധ്യതകളായി കണ്ട് പരമാവധി അറിവ് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കണം. മംബുൽ ഉലൂം എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം ഒരു സ്ഥാപനം എന്നതിലുപരി ഒരു പ്രസ്ഥാനമായി വളർന്ന് വന്തിരിച്ച ഈ മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനം നിലകൊള്ളുന്നത് അറിവിന് വേണ്ടിയാണ്. ഇന്ന് ഭൗതിക തലത്തിൽ പഠിക്കുന്ന ഏതാളുകളുടെ ഏത് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ അതിന്റെ ബേസിക് സോഴ്സ് പോകുന്നത് എവിടേക്കാണ്? അത് കഴിഞ്ഞുപോയ കാലങ്ങളിലെ ഇന്നലകളിലെ മഹാരഥന്മാരിലേക്കാണ്. ഒരു വ്യക്തിയെ എല്ലാ നിലക്കും ഇളക്കുകയും അവരെ എല്ലാ നിലക്കും ദൈക്ഷണികമായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കണക്ക്, മാത്സ്, അതിന്റെ അടിസ്ഥാനം എവിടെയാണ്? അതിന്റെ വൈവിധ്യങ്ങൾ എവിടെയാണ്? നിങ്ങൾ നോക്ക്, എഞ്ചിനീയറിംഗ് മേഖലകളിലെ കോണുകളെ സംബന്ധിച്ച്, അതുപോലെ കോൺസ്, അതുപോലെ സൈൻ, കോസ്, ടാൻ, അതുമായി സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ആരായിരുന്നു? അത് ജാബിർ ഇബ്നു ഹയ്യാം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അൽഗോരിതം, കമ്പ്യൂട്ടർ അൽഗോരിതം ആവട്ടെ അല്ലാത്തതാവട്ടെ, അതിന്റെ അടിസ്ഥാനം എവിടെയായിരുന്നു? അത് കഴിഞ്ഞുപോയ അൽ ബിറൂനിയുടെ ചരിത്രത്തിലുള്ളതായിരുന്നു. അതുപോലെ ന്യൂനകോണും ബൃഹത് കോണും മട്ടകോണും നമ്മുടെ സ്കൂളുകൾ കോണുകളിൽ പറ്റി പഠിക്കുമ്പോൾ a+b+c ഡിവൈഡ് ബൈ 2 സമം s(-a) അങ്ങനെ ഇൻഡു എന്ന് പറഞ്ഞ s(-b)c എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രയാങ്കിൾ സർവേയിൽ ഉപയോഗപ്പെടുത്തുന്ന ഫോർമുല എവിടെയാ? അത് തൂസിയുടെ കിതാബിൽ നിന്നാണ് അതിന്റെ അടിസ്ഥാനം പോകുന്നത്. ഇനി അങ്ങനെ കണക്കുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകളാണെങ്കിൽ, ഇനി ഇവിടെയുള്ള മെഡിക്കൽ രംഗത്തുള്ളതാണെങ്കിലോ, മെഡിക്കൽ ഉള്ളത് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകളാണ്. അബൂ ഉബൈദത്തുൽ ജറാഹി എന്നൊരു സഹാബിയുണ്ട്. ജറാഹി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സർജൻ എന്നാണ്. ഈ സർജൻ എന്ന് പറയാൻ കാരണം എന്താണ്? സമരങ്ങളിലും മറ്റും ആന്തരിക രക്തസ്രാവം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഉപകരണവും അതിനുള്ള നൈപുണ്യവും ഉള്ളത് കൊണ്ടാണ് അബൂ ഉബൈദത്തുൽ ജറാഹിന് ജറാഹി എന്ന പേര് വരാനുള്ള കാരണം. നിങ്ങൾ നോക്ക്, ഇന്ന് ശസ്ത്രക്രിയയിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്ന അനസ്തേഷ്യ, ആ അനസ്തേഷ്യക്ക് അറബിയിൽ തഹ്ദീർ എന്നാണ് പറയുക. അതിന് പ്രധാനമായും 3 പോയിന്റുകളാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ 8 പോയിന്റുകൾ ചർച്ച ചെയ്ത വ്യക്തിയാണ് ഇബ്നുൽ ഖഫ എന്ന് പറയുന്ന കിതാബുൽ ജറാഹ എന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ റഫർ ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മെഡിസിൻ, അതിന്റെ അറബിയാണ് അൽ ഖാനൂൻ ഫി ത്വബ്ബ് എന്ന് പറയുന്ന 8 വാല്യങ്ങൾ ുള്ള കിതാബ്. ഇനി നോക്കൂ നിങ്ങൾ, ഏവിയേഷൻ ടെക്നോളജിയാണോ? ആ ടെക്നോളജി എവിടെ നിന്നാണ് വന്നത്? അബൂബക്കർ റാസി എന്ന് പറയുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ എഴുതി വെച്ചത് ഫ്രഞ്ചുകാരും പിന്നീട് ലത്തീൻകാരും അത് റൈറ്റ് സഹോദരന്മാരും അവരിങ്ങനെ ഷെയർ ചെയ്ത് അവരെങ്ങനെ കൈമാറ്റം ചെയ്തു വന്നതാണ്. അടിസ്ഥാനം പോകുന്നത് എവിടേക്കാണ്? അബൂബക്കർ റാസി എന്ന് പറയുന്ന ആ പണ്ഡിതനിലേക്കാണ് ആ വിഷയം പോകുന്നത്. ഇനി നിയമപരമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലോ, ഇവിടെയുള്ള ഓരോ വിഷയങ്ങളിലുള്ള നിയമങ്ങൾ, അത് സിവിൽ ആക്ട് ആവട്ടെ ക്രൈം ആക്ട് ആവട്ടെ, ഏത് വിഷയമാണെങ്കിലും ആ ആക്ടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ഇമാമികളിലേക്കാണ് പോകുന്നത്. ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രതിയെ എങ്ങനെ ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ വിധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ജഡ്ജ്മെന്റ് എങ്ങനെയാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആർഗ്യുമെന്റ് എങ്ങനെയാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വക്കീൽ എങ്ങനെയാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും കൃത്യമായി പറയുമ്പോ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബുകൾ തന്നെ ഇന്നും നമുക്ക് കിട്ടാവുന്നതാണ്. ചുരുക്കത്തിൽ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്നത്, അറിവിന് നൽകുന്നത്, നോളേജിന് നൽകുന്നത് വലിയ സ്ഥാനമാണ്. അത് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ്
ഏതൊരു വ്യക്തിയുടെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരിക്കലും വികാരത്തിന് അടിമപ്പെടരുത്. ഇന്ന് ആമാശയ പരിഗണനയാണ് ആശയ പരിഗണനയേക്കാൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാരീഡ് ലൈഫ് ട്രാജഡി ഓർ കോമഡി, വൈവാഹിക ജീവിതം അത് ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പലതും നാടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈവാഹിക ജീവിതം അതെന്താണ്? അതിന്റെ വിഷയങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ, ഖുർആന്റെ പ്രയോഗം അതാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം വസ്ത്രങ്ങളാണ്. ഒരാൾ വസ്ത്രം ധരിക്കുന്നത് 7 ധർമ്മത്തിന് വേണ്ടിയാണ്. ആ 7 കാര്യമാണ് ഈ ലൈഫിലൂടെ നേടിയെടുക്കേണ്ടത്. ഒന്ന്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വസ്ത്രം എടുക്കുന്നത് എന്തിനാണ്? കുറവ് പരിഹരിക്കാനാണ്. ഭാര്യ ഭർത്താവിന്റെ കുറവ് പരിഹരിക്കണം, ഭർത്താവ് ഭാര്യയുടെയും കുറവ് പരിഹരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ആ ജീവിതം സന്തോഷത്തിലാകുന്നത്. പരാതികൾപ്പെടലല്ല, അഡ്ജസ്റ്റ്മെന്റ്. എല്ലാ മേഖലയിലും അഡ്ജസ്റ്റ്മെന്റ്. അതിന് വേണ്ടത് എന്താണ്? അതിന് ജീവിതത്തിൽ വേണ്ട ഒന്നാണ് സിമിലിസം, ഖനാഅത്ത് എന്ന് അറബിയിൽ പറയും. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കാൻ വേണ്ടി, ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞതാണ്, കാര്യങ്ങളെയൊക്കെ സിമ്പിളായി കാണാം. ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം, പരീക്ഷണങ്ങൾ ഉണ്ടാവാം. ദുന്യാവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദുന്യാവ് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഭൂമി തന്നെ 23.5 ഡിഗ്രി വടക്ക് ചരിഞ്ഞ് പെർ മണിക്കൂറിൽ 1609 കിലോമീറ്റർ വേഗതയിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല മാറ്റങ്ങളും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും കാര്യങ്ങളെയൊക്കെ കൃത്യമായി വീക്ഷിച്ച് അവിടെയാണ് വിവേകം എന്ന് പറയുന്ന വിസ്ഡം ഉപയോഗപ്പെടുത്തി ക്രമീകരിക്കേണ്ടത്. ഒക്കെ സിമ്പിളാക്കുക. ഇപ്പൊ ഭർത്താവ് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു ശബ്ദം, ഒരു ഭയങ്കര ശബ്ദം. ഭർത്താവ് വിളിച്ചു ചോദിച്ചു, എന്താ ബാക്ക് എന്നൊരു ശബ്ദം. ഭാര്യയുടെ മറുപടി, എൻ്റെ മാക്സി വീണതാണ്. അതിനെന്താ ഇങ്ങനെ ശബ്ദം? വീണപ്പോൾ അതിൻ്റെ ഉള്ളിൽ സന്ദർഭവശാൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോ അവിടെ സ്വന്തം വീഴ്ച പറ്റിയിട്ടും അത് കാണാതെ സംഭവം വളരെ സിമ്പിളായി അവതരിപ്പിക്കാൻ പ്രശ്നം തീർന്നു. സൈക്കോളജി പറയുന്നുണ്ട് പോൽ, ഞാൻ കണ്ടിട്ടില്ല, ഒരു പുരുഷന് സംസാരിക്കേണ്ടത് ഒരു ദിവസം 7000 വാക്കുകളാണ്. എന്നാൽ ആശ്വാസം, ഒരു സ്ത്രീ സംസാരിക്കേണ്ടത് 20,000 വാക്കുകളാണ് അത്രേ. അതുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുമ്പോൾ ആൺകുട്ടികൾ അങ്ങനെ സംസാരിക്കൂല, പെൺകുട്ടികൾ അങ്ങോട്ടും സംസാരം ഇങ്ങോട്ടും സംസാരം, ബാക്കി അടയാളം വെച്ച് ഇൻഷാ അല്ലാഹ് നാളെ കാണാം, സംസാരിച്ചു കൊണ്ടേ പോകും. ശ്രദ്ധിച്ചിട്ടില്ല? അപ്പൊ ഭർത്താവ് നേരത്തെ വീട്ടിലേക്ക് വന്ന് കയറി കടന്നുറങ്ങാൻ വേണ്ടി ശ്രമിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഭാര്യ മനസ്സിലാക്കുക, അയാളുടെ 7000 ടൗണിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്, ഞാൻ ആശ്വസിക്കുകയാണ്. ഭർത്താവ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തലയുടെ ഭാഗത്ത് നിന്ന് ഭാര്യ വന്ന് എന്തെല്ലോ പറയുന്നുണ്ട്. എൻ്റെ ആങ്ങള വന്നു, നിങ്ങൾ വന്നില്ല, എൻ്റെ ഉപ്പ വന്നു, നിങ്ങൾ വന്നില്ല, എന്നിങ്ങനെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കുക, അയാളുടെ 20,000 കഴിഞ്ഞിട്ടില്ല, അയൽപ്പാൽ എങ്ങോട്ടോ യാത്ര പോയിട്ടുണ്ട്. പ്രശ്നം തീർന്നു. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ലൈഫ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭർത്താവ് ഭാര്യയുടെ കുറവ് പരിഹരിക്കുക എന്നതാണ് ഒന്ന്. ഒരാൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? അതൊരു അലങ്കാരത്തിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിന് അലങ്കാരമാവണം, ഭർത്താവ് ഭാര്യക്കും അലങ്കാരമാവണം. അതല്ലെങ്കിൽ ലൈഫ് ഡിസോർഡർ ആയിരിക്കും, ഏത് മേഖലയിലാണെങ്കിലും. ഇന്നലെയോ അതോ മിനിയാന്നോ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 35 വയസ്സുള്ള മുസ്ലിം പേരുള്ള ഒരു സഹോദരി ആത്മഹത്യ ചെയ്തു. ഭർത്താവും ഡോക്ടറാണ്, ഭാര്യയും ഡോക്ടറാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഇബ്നു ഉമറേ, തിരക്കിനിടയിൽ
കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ മറക്കരുത് കേട്ടോ. അഥവാ അവരുടെ കൂട്ടുകുടുംബങ്ങളിൽ സന്തോഷം പങ്കിടാനും പരിഭവങ്ങൾ കേൾക്കാനും നല്ലൊരു ശ്രോതാവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഒരല്പസമയം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അതിന് അൽ ഇക്തിആബ്, ഇംഗ്ലീഷിൽ ഡിപ്രഷൻ എന്ന് പറയും. അതല്ലെങ്കിൽ അൽ ജുനൂൻ, ഇംഗ്ലീഷിൽ മാഡ്നസ് എന്ന് പറയും. അത്തരം വിഷയങ്ങളിലേക്ക് അകപ്പെടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. എന്തേ? ഒന്നും മനസ്സ് വിശാലമാക്കാൻ അതൊരു ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഫറോവ ചക്രവർത്തിയുടെ അടുക്കലേക്ക് പ്രബോധനം നടത്താൻ വേണ്ടി പറഞ്ഞപ്പോ ഇദ്ഹബ് ഇലാ ഫിർഔന, ഫിർഔനിന്റെ അടുക്കലേക്ക് പോവാൻ വേണ്ടി പറഞ്ഞു. മൂസാ നബി എന്താ പറഞ്ഞത്? ആ മഹലിൽ എനിക്ക് ജോലി വേണ്ട, അവിടുത്തെ പ്രസിഡന്റ് ഒരു പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയ ഒരാളാണ്, അതുകൊണ്ട് അയാളോട് പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്ന് മുൻഗാമികളായ ആളുകൾ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കരുത് എന്ന് പറയുന്നതിന് പകരം മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടത് എന്താണ്? റബ്ബി ഇശ്റഹ് ലി സദ്രി, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്. ഇതാണ് വേണ്ടത്, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്. ആളുകൾ പലരും പല രൂപത്തിലായിരിക്കും. ചിലർ ബാംഗ്ലൂർ പ്രിന്റ് ആയിരിക്കും, ചിലർ ചെന്നൈ പ്രിന്റ് ആയിരിക്കും. ചെന്നൈയിൽ പോയി ഒരു വഴി ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൽ കയറിയിരുന്ന ലക്ഷ്യത്തിലേക്ക് എത്തും. ബാംഗ്ലൂരിൽ പോയി വഴി ചോദിച്ച് വണ്ടി കൊണ്ട് അവരുടെ പിന്നിൽ പോയി ഇടിച്ചാലും മൈൻഡ് ചെയ്യൂല. അങ്ങനെ ചില മനുഷ്യന്മാര് ഇങ്ങോട്ട് എൻട്രി ആവാൻ താമസം ഉണ്ടാവും. ചില ആളുകളോ കയറി ഇടപെടുകയും ചെയ്യും. അങ്ങനെ പലരും ഉണ്ടാവാം. മനുഷ്യർ പലരും പലതാണ്. അതാണല്ലോ ഹസൻ അൽ ബസരി തങ്ങൾ പറഞ്ഞത്, റജുലുൻ കൽ ഗിദാഇ, ചില മനുഷ്യർ ഫുഡ് പോലെയാണ്. നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. നല്ല അടിപൊളി ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെ ചില ആളുകളുടെ സാന്നിധ്യം നമുക്ക് വളരെ സന്തോഷമായിരിക്കും. ചില ആളുകൾ രോഗം പോലെയാണ്. മരുന്ന് പോലെയാണ്. റജുലുൻ കദ്ദവാഇ, മരുന്ന് പോലെയാ. മെഡിസിൻ പോലെയാ. മെഡിസിൻ അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രഷറിനുള്ള ഗുളിക ഒന്നെഴുതിയാൽ പെട്ടെന്ന് മാറട്ടെ എന്ന നിലക്ക് കടല കഴിക്കുന്നത് പോലെ കഴിച്ചാൽ ആള് വടിയാവും. എന്നുപോലെ ചില ആളുകൾ ആവശ്യത്തിനെ കൂട്ടാവൂ, അപ്പുറം കൂട്ടരുത്. ചില ആളുകൾ റജുലുൻ കദ്ദാ, ഈ രോഗം പോലെയാണ്, അടുപ്പിക്കാൻ പറ്റൂല. അടുപ്പിച്ചോ പ്രശ്നം കൊളാക്കി തരും. അങ്ങനെയും പല ആളുകളുണ്ട്. അപ്പൊ റജുലുൻ കൽ ഗിദാഇ, നമ്മൾ നല്ല ഫുഡ് പോലെയുള്ള ആളാകണം എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അവര് അലങ്കാരമാണ്, അഭിമാനമാണ്. പരസ്പരം അഭിമാനിക്കണം. നമ്മൾ തീരുമാനിച്ചതിന്റെ പേരിലല്ല ഇങ്ങനെ വന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, റബ്ബിന്റെ തീരുമാനമാണ്. ഇന്ന വ്യക്തി കലൂരുള്ള ഒരു വ്യക്തി, അതപ്പുറത്ത് കളമശ്ശേരിയിലുള്ള വ്യക്തിയുമായുള്ള വൈവാഹിക ബന്ധം എന്നത് അത് റബ്ബ് തീരുമാനിച്ചതാണ്. റബ്ബ് വരക്കും, നമ്മൾ നടക്കും എന്ന ഒരു ചിന്തയുണ്ടോ? തീർച്ചയായും അഭിമാനിക്കാം, ഉള്ളതിൽ തൃപ്തിപ്പെടുക. ഞാന് കുറച്ചു ദിവസം ഒരു വീടിൻ്റെ പ്ലാൻ മാർക്കിങ്ങുമായി ഒരു സ്ഥലത്ത് പോയി നാസ്ത കഴിച്ച് കാപ്പി കഴിച്ചിരിക്കുമ്പോൾ നിങ്ങളെ ഒരാൾ കാണാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അവൻ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു തൊട്ടിലിൽ ഒരാൾ കിടത്തിയിട്ടുണ്ട്. ഒരു 24-25 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് 2 കയ്യുമില്ല, 2 കാലുമില്ല. ചില ആളുകൾക്കൊക്കെ ചെറിയ കയ്യും ചെറിയ കാലും ഉണ്ടാവാറുണ്ട്. എന്നാൽ 2 കയ്യുമില്ല, 2 കാലുമില്ലാത്തൊരു ഉടലും തലയും മാത്രമുള്ള നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ. സംസാരിച്ചു, ഒരു ടെൻഷനുമില്ല, പുഞ്ചിരിച്ചുകൊണ്ടേ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് പോരാൻ നേരത്ത് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 25 വയസ്സായി. ഞാൻ ഈ ജനൽപ്പാളിയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ ബൈക്ക് ഓടിക്കുന്നു, പന്ത് കളിക്കുന്നു, പല സംഭവങ്ങളും 2 കാലിൽ നടക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കും ഈ അവയവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ എല്ലാ ആക്ടിവിറ്റിയും കൃത്യമാക്കി എനിക്ക് എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നൊരു ചിന്ത ഇന്നേ വരെ വന്നിട്ടില്ല. മറിച്ച് എൻ്റെ മനസ്സിൽ വന്നത്, എനിക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംസാരശേഷി പടച്ച തമ്പുരാൻ നൽകിയല്ലോ, എനിക്ക് എല്ലാം അള്ളാഹു നൽകിയല്ലോ.
അതാണ് നമ്മുടെ മനസ്സിലും വേണ്ടത്. എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതെ എന്ത് ബാക്കിയുണ്ട് എന്നാലോചിക്കുക. എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതെ എന്ത് ബാക്കിയുണ്ട് എന്നാലോചിക്കുക. നിറവിലെ ചിന്തിക്കാവൂ, കുറവിൽ ആലോചിക്കരുത് എന്നതാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് സന്തോഷമാണ്, ആ സന്തോഷം എന്നും നിലനിൽക്കണം. എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് എന്ന് വേർപിരിയുന്നോ അതുവരെ എൻ്റെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാവാൻ ദുആയിരക്കണം. ഒന്ന്. രണ്ടാമത്, എൻ്റെ ഉമ്മ മരിക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് മരിക്കണം. അതിന് ഉമ്മാക്ക് ദീർഘായുസ്സിന് ദ്വാരക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകാറുള്ളത്, എൻ്റെ ഉമ്മയാണ് എന്നെ കുളിപ്പിക്കാറുള്ളത്, എൻ്റെ ഉമ്മയാണ് എൻ്റെ വായിൽ എനിക്ക് ആഹാരം വെച്ച് തരാറുള്ളത്, എൻ്റെ ഉമ്മയാണ് എന്നെ ആശ്വസിപ്പിക്കാനും എൻ്റെ ജീവനും എൻ്റെ ഉമ്മയാണ്. അതുകൊണ്ട് ആ ഉമ്മ നഷ്ടപ്പെട്ടാൽ മറ്റൊരാൾ എൻ്റെ പ്രൈവറ്റ് പാർട്സ് കാണുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയൂല, മറ്റൊരാളെ കെയറിങ് എനിക്ക് ആലോചിക്കാൻ കഴിയൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി, അവരുടെ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങൾ ദുആയിരക്കണം എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ നമ്മളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? കുറവിൽ ചിന്തിക്കാതെ, എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതെ, എന്ത് ബാക്കിയുണ്ട് എന്നാലോചിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ പുത്തനത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ വീടിൻ്റെ മാർക്കിങ്ങിന് വേണ്ടി പോയ സമയപ്പോൾ അവിടെ ആ കുറ്റിയടിക്കുന്നത് ആർക്കാണ്? ഒരു കാലില്ലാത്ത പെണ്ണിനാണ്. ജന്മനാൽ കാല് നഷ്ടപ്പെട്ടതല്ല, വാഹനം കയറിപ്പോയി. അങ്ങനെ വാഹനം കയറി ഒരു കാല് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവരാരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ സെൽഫ് മോട്ടിവേഷനും അതെല്ലാം ഉണ്ടായി. അങ്ങനെ പഠിച്ച് എല്ലാ വിഷയങ്ങളിലും കൃത്യമായി മൈക്രോബയോളജി എടുത്ത് PG എടുത്ത് PhD എടുത്ത് ഇന്ന് ഏകദേശം 4-5 ലക്ഷത്തോളം സാലറി വിദേശത്ത് വാങ്ങിക്കുന്നൊരു പെണ്ണാണ്. ആ പെണ്ണിനെ കല്യാണം കഴിച്ചതോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഒരു കുഴപ്പമില്ല, 2 നല്ല കാലും കയ്യും തടിയും എല്ലാമുള്ള നല്ല മേഖലയിൽ ജോലി ചെയ്യുന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ഈ ത്യാഗപൂർണമായ ജീവിതമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോ അവരുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചില്ലേ, ഖനാഅത്ത് എന്ന് പറയുന്ന ആ ഒരു ഗുണം, അതൊരു വല്ലാത്ത ഗുണമാണ്. ഭാര്യ ഭർത്തൃ ജീവിതം പരസ്പരം അഭിമാനിക്കാനുള്ളതാവണം, ഒരിക്കലും കുറവ് കാണാനുള്ളതാവരുത്. മൂസാ നബി അലൈഹിസ്സലാം വന്ന് ചോദിച്ചത്, റബ്ബി ശ്റഹ് ലീ സ്വദ്രി, എൻ്റെ മനസ്സ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു മനസ്സെനിക്ക് വേണം എന്നതാണ്. മൂന്നാമത്, ഒരാൾ വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? അത് അവരുടെ ജീവിതത്തിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കാനാണ്. ഇതുപോലെ ജീവിതത്തിൽ പല അവസ്ഥകൾ നമുക്ക് വരും. ചിലപ്പോൾ ഗുണമായിരിക്കും, ചിലപ്പോൾ പോസിറ്റീവായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. പല നിലക്കും മിഹനുസ്സമാനി കസീറത്തുല്ലാ തൻഖദി വസുറൂറുഹു യഅതീക കൽ അഅയാദി. പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. പല പരീക്ഷണങ്ങൾ. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ നാളെ പാരത്രിക ലോകത്ത് വരുന്ന സമയത്ത് അവരോട് പറയും, ഉദ്ഖുലുൽ ജന്ന, വെയിറ്റിംഗ് ഇല്ല സ്വർഗ്ഗത്തിൽ പോവാൻ. അവർ റബ്ബിനോട് ചോദിക്കും, യാ മൗലാന ഹല്ലാ തറക്തനാ ലിൽ ഹിസാബ്, ഞങ്ങൾക്ക് വിചാരണയില്ലേ അല്ലാഹ്, വിചാരണയില്ലേ? ഞങ്ങൾ വായു ശ്വസിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിൽ 328 ലിറ്റർ ഓക്സിജൻ നാം ശ്വസിക്കുന്നുണ്ട്. ക്യാഷ് കൊടുത്ത് വാങ്ങുമ്പോൾ വിത്തൗട്ട് GST എത്രയാ? 375 രൂപയാണ് 1 ലിറ്റർ ഓക്സിജന്റെ വില. അഥവാ അല്ലാഹു തആല പെർ ഡേ നമുക്ക് 1,23,000 രൂപയുടെ ഓക്സിജൻ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ശരീരത്തില് ഹൃദയം എന്ന് പറയുന്ന ആ ഒരു അവയവം, ഒരു ആവറേജ് ബോഡി 11,500 ലിറ്റർ രക്തം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗാനുകളും
പ്രായപൂർത്തിയുടെ 7 ഇരട്ടി ജീവിക്കണം എന്നാണ് ഭൗതിക നിയമങ്ങൾ പറയുന്നത്. ഇല്ലൽ കിഡ്നി ഒഴികെ. കിഡ്നിയോ 40 ഇരട്ടി ജീവിക്കണം എന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഡാമേജ് ആകുന്നത്? അസ്ലു കുല്ലി ദാഇൻ അൽ മിഅദ. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പരീക്ഷിക്കപ്പെട്ട ആളുകൾ പറയും, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾ വായു ശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ശരീരത്തിലൂടെ അവയവങ്ങളിലൂടെ കൃത്യമായി സർക്കുലേഷൻ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പലതും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് വിചാരണയില്ലേ എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി എന്താണ്? അള്ളാഹുവിന്റെ മറുപടി എന്താണ്? നിങ്ങളുടെ ഹിസാബ് ദുനിയാവിൽ നിങ്ങളുടെ വിചാരണ കഴിഞ്ഞിട്ടുണ്ട്, 2 വിചാരണ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ ലോകങ്ങൾ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം, കാണാം. അർശിന്റെ തണലിൽ പോലും വെയിറ്റിംഗ് ഇല്ലാതെ ആദ്യമായി പ്രവേശിക്കുന്നവരിൽപ്പെട്ടവരാണ് അവർ എങ്കിൽ മറ്റുള്ള ആളുകൾ, വിചാരണ കാത്തു നിൽക്കുന്ന ആളുകൾ, അവരിങ്ങനെ പറയും, റബ്ബേ ഞങ്ങൾക്കൊരു തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് തരുമോ? ഒരു തിരിച്ചുപോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയരായി മർദ്ദിതരുടെ ദീനരോധനങ്ങൾക്കകപ്പെട്ട് മർദ്ദിക്കപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുമായി പരീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിച്ചു പോകുമെന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. കയറ്റമുണ്ടാവാം, ഇറക്കമുണ്ടാവാം, പലതും ഉണ്ടാവാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ആ കാര്യം ചിന്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഈ ലോകത്ത് പല നിഅമത്തുകളും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ വിഷയങ്ങൾ പറയാൻ സംസാരശേഷി നൽകി, നമുക്ക് കേൾക്കാൻ കാത്, കാണാൻ കണ്ണ്, എല്ലാം റബ്ബ് നൽകി. എല്ലാം വിവേകവും ബുദ്ധിയും സ്ഥാനവും മാനവും എല്ലാം പടച്ചതമ്പുരാൻ നമുക്ക് നൽകി, ചോദിക്കാതെ നൽകി. അതിന് ഡാമേജ് ആകുമ്പോഴാണ് അതിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ അറിയാറുള്ളത്. ആ ചോദിക്കാതെ എല്ലാം നൽകിയ യജമാനനായ റബ്ബ് പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരന്മാരോട് ഉണർത്താനുള്ളത്, ആ റബ്ബിന്റെ ദൂതനായ തിരുനബി പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ 206 അസ്ഥിയാണെങ്കിൽ 360 കെണുപ്പുകളുണ്ട്. ആ കെണുപ്പുകൾ അത് പ്രവർത്തിപ്പിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാ നിലക്കുമുള്ള അനുഗ്രഹം ചെയ്തതിൻ്റെ പേരിൽ ഓരോന്നിനും നിങ്ങൾ ഓരോ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സഹാബത്ത് ചോദിച്ചു, അഫബിഹാദാ നതീഖു യാ റസൂലല്ലാഹ്, കഴിയുമോ നബിയെ, കഴിയുമോ? 360 പേർക്ക് ദിവസവും പെർ ഡേ ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് 2 റക്അത്ത് ളുഹാ നിസ്കാരം. ഇന്ന് ഫാമിലി ഈ മീറ്റിങ്ങിന് വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, രാവിലെ സൂര്യൻ ഉദിച്ച് 5 ദറജ ഡിഗ്രി അഥവാ 20 മിനിറ്റ് കഴിഞ്ഞാൽ, ആ 20 മിനിറ്റ് കഴിഞ്ഞ് ഉച്ചവരെയുള്ളതിൻ്റെ ഇടയിൽ നമുക്ക് സംസാരശേഷി നൽകിയ, കാഴ്ച നൽകിയ, കേൾവി നൽകിയ, സർക്കുലേഷൻ നൽകിയ, എല്ലാം നൽകിയ അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുക എന്നത് സ്വലാത്തു ശുക്ർ. അത് നമ്മൾ പതിവാക്കുമ്പോൾ ലഇൻ ശകർതും ലഅസീദന്നകും, നമ്മുടെ ജീവിതത്തിൽ വളരെ ആനന്ദമായിരിക്കും, സന്തോഷമായിരിക്കും, മക്കൾ വഴിതെറ്റിപ്പോകൂല. ഇന്ന് മക്കൾ ലഹരിയുടെ പിന്നിലാണ്. നേരത്തെ കുട്ടി സാറ് വിഷയങ്ങളൊക്കെ വിശദീകരിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ലഹരി ഇന്നതൊരു വലിയ അഡിഷൻ, അതൊരു വലിയ സംഭവമായി മാറിയിരിക്കുകയാണ്. ഉന്മാദം വളരെ എല്ലാ നിലക്കും സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, അല അറിയണം, അല അറിയണം, ഹല്ലത്ത് അലൈഹിമുൽ ലഅന, ഇവിടെ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ സപ്പോർട്ടുകൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം വരും. ഹീനമാ യശ്റബൂനൽ ഖുമൂറ അലാനിയ, പരസ്യമായി മദ്യം ഉപയോഗിക്കുന്ന അവസ്ഥ, പരസ്യമായി മദ്യം ഉപയോഗിക്കും.
അങ്ങനെ മദ്യം ഉപയോഗിക്കും ബിഗൈരി ഇസ്മിഹാ, പേര് കള്ളായിക്കൊള്ളണമെന്നില്ല. മദ്യം പല പേരിലും അറിയപ്പെടുന്നുണ്ട്. സാധാരണക്കാരിൽ അറിയുന്ന പേര് പോസ്റ്റിൽ കാരി, ഫേസ്ബുക്ക്, മണവാട്ടി, പുല്ലുപറിക്ക് എന്നു തുടങ്ങിയിട്ട് സാധാരണക്കാരുടെ ഇടയിൽ കുറെ പേരുകൾ, അല്ലാത്ത ആളുകളുടെ ഇടയിൽ വേറെ പേരുകൾ. അങ്ങനെ പല നിലക്കും മദ്യം ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ സപ്പോർട്ട് കുറയാൻ കാരണമാണ്. തഖ്വയിലധിഷ്ഠിത ജീവിതം നയിച്ച് വിശ്വാസം കൃത്യമാവുകയാണെങ്കിൽ ഇന്ന് സാമ്പത്തികമായ കുറവല്ല. ലോകത്ത് ഏറ്റവും സമ്പന്നർ ഉള്ള പ്രദേശമേതാ? ന്യൂയോർക്കാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോ അതും ന്യൂയോർക്കിലാണ്. എന്തേ കാരണം? സാമ്പത്തികമായ ഫിനാൻഷ്യൽ രംഗത്തെ ഡെവലപ്മെന്റോ എക്കണോമിക്കലായിട്ടുള്ള മറ്റു വികാസങ്ങളോ മനുഷ്യർക്ക് ആശ്വാസം നൽകാൻ കഴിയൂല. ആപ്പിളിന്റെ സ്ഥാപകൻ ക്യാൻസറായി മരിക്കുന്ന സമയം അവസാനം അയാളുടെ അക്കൗണ്ടിൽ 2 ലക്ഷം കോടി ഡോളർ ഉണ്ടായിരുന്നു. 2 ലക്ഷം കോടി ഡോളർ ഉണ്ടായിരുന്നു. അയാൾ മരിക്കുന്നതിൻ്റെ കൃത്യമായി പറഞ്ഞാൽ 17 ദിവസം മുമ്പ് ഒരെഴുത്ത് എഴുതി വെച്ചതെന്താണ്? സമ്പത്തിനൊന്നും ചെയ്യാൻ കഴിയൂല എന്ന പാഠം ഞാൻ പഠിച്ചു എന്നതാണ്. സമ്പത്ത് ഫദ്ലുൽ അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ആ ഔദാര്യം അത് ഒരു വാഹനം 45 ലിറ്ററാണ് പെട്രോൾ കപ്പാസിറ്റി എങ്കിൽ 90 ലിറ്റർ നമ്മൾ അടിക്കാറില്ല. എന്ന് വെച്ചാൽ പടച്ചതമ്പുരാൻ മുതൽ നമുക്ക് തന്നതല്ല, നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. പാവപ്പെട്ടവരെ പരിഗണിക്കണം, ദീനിനെ സഹായിക്കണം, പ്രസ്ഥാനത്തെ സഹായിക്കണം. എല്ലാ വിഷയങ്ങളുമായുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, നാം ചിന്തിക്കേണ്ടത് ഈ ലഹരിയുടെ കടന്നുകയറ്റം പല മാർഗങ്ങളിലൂടെയുണ്ട്. നാം ജാഗ്രത കാണിക്കേണ്ടത്. അലാ വഹല്ലത അലൈഹിമുൽ ലാന ഹീനമാ യശ്റബൂനൽ ഖുമൂറ അലാനിയ ഹത്താ തമുറു ബിഹിം മർഅ. ഒരു പെൺകുട്ടി നടന്നു പോവുകയാണെങ്കിൽ ഫയഖൂമു ഇലൈഹാ വയുർഫഉ ബിദനബിഹാ കമാ യുർഫഉ ബിദനബിൻ നാജ. ആട്ടിൻകുട്ടിയെ പുലിക്കൂട്ടം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് പോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കാലഘട്ടം ഒരു 10 വർഷം മുമ്പ് ആ ഹദീസ് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരുന്നു. ഇന്ന് ബലം പ്രയോഗിക്കാതെ തന്നെ ഇത്തരം ഈ സെക്ഷലായിക്കൊണ്ടുള്ള കുറ്റകൃത്യങ്ങളും അതുപോലെ അഴിഞ്ഞാട്ടങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പല മേഖലകളിലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നാണ് അവസാനമായി ഉണർത്താനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അതിന് വേണ്ടത് വീട്ടിൽ സ്പിരിച്വാലിറ്റി, ആത്മീയത ഉണ്ടാവുക. കൃത്യമായി നിസ്കരിക്കുക. ഇജ്അലൂ നസീബം മിനൽ ഖുർആനി ഫീ ബുയൂതിക്കും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതുണ്ടാവുക. നമ്മുടെ മക്കളെ അവരുടെ നിരീക്ഷിക്കുക. ഒരു സ്ട്രിക്റ്റ് സ്വഭാവത്തിലൂടെ, കമ്പനിയായി നല്ല നിലക്ക് എല്ലാ നിലക്കും സൗഹൃദം പരസ്പരം പറയാനുള്ളത് പറഞ്ഞ് അങ്ങനെയാവണം എന്നതാണ്. എങ്കിൽ മൻ അമില മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ഹാപ്പി ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മൻ അമില, നല്ല കാര്യങ്ങൾ ചെയ്യണം. അതാണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവർക്കും വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. ജീവിതത്തിൽ ആനന്ദമാണ്, ജീവിതത്തിൽ സന്തോഷമാണ്, എല്ലാ മേഖലയിലും നമുക്ക് റാഹത്തായിരിക്കും എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഹാപ്പി ലൈഫിന് വേണ്ട പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ. 1 ഫെയ്ത്ത്, കൃത്യമായ നല്ലൊരു വിശ്വാസിയായിരിക്കുക. 2 ഹെൽത്ത്, നല്ല ആരോഗ്യമുള്ളവരായിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു ആരോഗ്യത്തെ സൂക്ഷിക്കാൻ. നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. പല ആളുകൾക്കും നഷ്ടം സംഭവിക്കുന്നത് ആരോഗ്യ മേഖലയിലും സമയം ചെലവഴിക്കുന്നിടത്തുമാണ്. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. അൽ ഹറക്കത്തു അൽ ബറകത്തു ഫിൽ ഹറക. എപ്പോഴും ചലിക്കണം, എക്സസൈസ് ചെയ്യണം, ഭക്ഷണം സമീകൃതാഹാരമടക്കമുള്ളത് കഴിക്കണം. വൈറ്റമിനും കലോറിയും എല്ലാം കൃത്യമായ അനുപാതത്തിലാവണം. കൃത്യമായി വെള്ളം കുടിക്കണം. എല്ലാം ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടെ റിലേഷൻഷിപ്പ്, അൽ ഇലാഖ, എപ്പോഴും
ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ പാലിക്കണം, സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം, ജ്യേഷ്ഠനാനുജന്മാർ തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കണം. അങ്ങനെ നല്ല റാഹത്തുള്ള സംഭവമാണോ വെൽത്ത്, സമ്പാദ്യം. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക, 3 ലീലാഫി ദിവസവും പാരായണം ചെയ്യുക. അങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളും അതോടുകൂടെ സമ്പത്തിനെ കുറിച്ചുള്ള കൃത്യമായൊരു ബോധം വേണം. 6-7 ലക്ഷം രൂപയുടെ ബൈക്ക് 22 വയസ്സുകാരനായ മോന് വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് ആ മോൻ ഖബറിലാണ്. ബൈക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, വാങ്ങിച്ചു കൊടുക്കണം. ലൈസൻസ് ഉറപ്പിച്ചതിൻ്റെ ശേഷമേ അവർക്ക് വാഹനം കൊടുക്കാവൂ. നിർദ്ദേശം കൊടുക്കണം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കാനുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതോടൊപ്പം വീട്ടിലെ ആത്മീയത അവരുടെയുള്ള കാവൽ കൂടെയാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അതോടുകൂടെ സമ്പത്ത് ഓവറായി ചെലവഴിക്കരുത്. ഖുർആൻ പറഞ്ഞു, വലാ തജ്അൽ യദക മഗ്ലൂല, നീ പിശുക്ക് കാണിക്കരുത്. വലാ തുബ്സിതുഹാ കുല്ലൽ ബസ്ത്, ഓവറായിട്ടും ഉണ്ടാകരുത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട ബിസിനസ്സുകാരനായിരുന്നു. എന്താണ് ആ ബിസിനസ്സുകാരൻ, എന്താണ് അതിൻ്റെ തത്വം? ഖുമാസിയാത്ത് ഉസ്മാൻ, വിദേശത്തുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ്, കിതാബിൻ്റെ പേരാണ് ഖുമാസിയാത്ത് ഉസ്മാൻ എന്നുള്ളത്. അവിടുന്ന് പറയും, കുന്തു ആലിജ്, മുതലിനെ, സമ്പത്തിനെ ഞാനൊരു കുട്ടിയെ എങ്ങനെ കെയർ ചെയ്യുമോ അതുപോലെ കെയർ ചെയ്യും. എന്ന് വെച്ചാൽ അത് പോകുന്ന ഭാഗം ഹലാലാണ് എന്നുറപ്പിക്കും, ഗുണത്തിലാണെന്ന് ഉറപ്പിക്കും, അനിവാര്യതയിലാണെന്ന് ഉറപ്പിക്കും. പല കൊച്ചു കൊച്ചു സന്തോഷങ്ങളെയും നാളെ വലിയ വലിയ സന്തോഷം കിട്ടാൻ വേണ്ടി മാറ്റിവെക്കും. രണ്ടാമത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞത്, ഈ ഉനമ്മി, ഞാൻ കിട്ടിയതിന് വീണ്ടും അതിനെ റീ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തും ഡെപ്പോസിറ്റ് ചെയ്തുമൊക്കെ വളർത്താൻ ശ്രമിക്കും. അതുപോലെ ലാ അശ്തരി ശൈഖൻ, ഡിമാൻഡില്ലാത്തതിനെ ഞാൻ വാങ്ങിച്ച് വിപണനം നടത്താൻ കൊണ്ടുവരികയില്ല. അതുപോലെ ഞാൻ അതിനെ വ്യത്യസ്ത മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയൊക്കെയാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ സി ഫോർ കെയറിങ്, വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് കുന്തു ആലിജ്. എ ഫോർ അറ്റൻഷൻ എന്ന് വെച്ചാൽ അത് എവിടുന്നാണ് അതിൻ്റെ സോഴ്സ്, അനുവദനീയമായ മാർഗമല്ലാതെയാണോ തീർച്ചയായും റബ്ബിന്റെ മുമ്പിൽ കൈയടിക്കേണ്ടി വരും. 3 എസ് ഫോർ സിൻസിയാരിറ്റി, അത് ആത്മാർത്ഥതയോട് കൂടെ സമ്പാദിച്ചതാവണം. അതൊരിക്കലും തട്ടിപ്പിലും വെട്ടിപ്പിലും ആവാൻ പാടില്ല. എച്ച് ഫോർ ഹാർഡ് വർക്ക്, നല്ല ഹാർഡ് വർക്ക് ഉണ്ടാകുമ്പോഴേ അതുണ്ടാവൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം അനുവദനീയമാകുമ്പോൾ മക്കള് നന്നാവും. നിന്റെ ഭക്ഷണം നന്നായി കഴിഞ്ഞാൽ, ഹലാലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആഖിറത്തിലും ദുനിയാവിലൊക്കെ അത് വളരെ വളർച്ചയായിരിക്കും. അതുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമാണ്, ആ റാഹത്താണ്. അത്തരം ഒരുപാട് വിജ്ഞാനങ്ങൾ, വൈവിധ്യമായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ മംബഉൽ ഉലൂം, ഒരുപാട് അറിവുകളുടെ കേന്ദ്രമാണ് നമ്മുടെ ഈ സ്ഥാപനം. ബഹുമാനപ്പെട്ട ശൈഖുനാ ഖൽത്തുൽ ഉസ്താദ് അവർക്ക് നേതൃത്വം നൽകുന്ന ആ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളൊക്കെ അറിയും, പഠിച്ചിരിക്കും. എല്ലാ നിലക്കും അതിനു വേണ്ടിയുള്ള പ്രചോദനവും അതുപോലെ അതിൻ്റെ പ്രചാരണവും അതിൻ്റെ പ്രവർത്തനവും എല്ലാവരിൽ നിന്നും ഉണ്ടാവണം. ഈ മഹത്തായ ഈ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഈ സംഘാടകർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ എല്ലാ മേഖലയിലും വിജയിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ മുന്നിലും പിന്നിലും ഇടതും വലതും മുകളിലും താഴെയും ഊണിലും മുറക്കിലും രാവും പകലും അല്ലാഹു എല്ലാ കാവലും നമുക്ക് നൽകി നമ്മെ എല്ലാ മേഖലയിലും വിജയിപ്പിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.